എന്താണെന്ന് അറിയില്ല, പായസം കഴിക്കാൻ ഒരു ചെറിയ കൊത്തി. അപ്പൊ നമുക്കെന്ത് പാലിട്ട പായസം വെച്ചാലോ? ഹലോ ഗൈസ്, ഞാൻ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അനൂസിന്റെ പാലട പായസം മിക്സും മിൽമയുടെ 3 കവർ പാലുമാണ്. ഞാൻ 2 പാലട മിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതാണ് 3 കവർ പാല്. അനൂസിന്റെ പാലട പായസത്തിൽ നമുക്കൊന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും, പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് ഞാൻ പായസം എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പഞ്ചസാര നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അത്രയും കണക്കിന് പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മൾ അധികം മധുരമൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പായസം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ഒടുക്കത്തെ ഓവർ കോൺഫിഡൻസ് കാരണം എനിക്കൊരു പണി കിട്ടി. ആദ്യം മീൻ വെക്കണ ചട്ടിയിലാണ് ഞാൻ പായസം വെക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവിടെ എന്തോ പൊട്ടിത്തെറി നടന്നു ഗൈസ്. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായി. എന്നിട്ട് ഞാൻ രണ്ടാമതാണ് വീണ്ടും കാരമലൈസ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ പറ്റിയ അബദ്ധം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഗൈസ്. കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ നേരെ പാലൊഴിക്കരുത്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഇളക്കിയതിന് ശേഷമാണ് നമുക്ക് പാലൊഴിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. ഓക്കെ ഓക്കെ. നമുക്കൊരു ദിനം വെടിവെക്കാം ഗൈസ്. പണ്ടത്തെ ഞങ്ങളുടെ സ്ഥിരമായതോടെ ഇവളായിട്ട് ഞാൻ തല്ലടിച്ച് കഴിഞ്ഞില്ലേ, ഇവളെ എന്നെ വലിയൊക്കെ കേട്ടാണ് അടിക്കാൻ വന്നത്. അപ്പൊ ലാസ്റ്റ് ഫൈനൽ മൈ ആയുധം മിസ്സസ്. ഇപ്പോഴും എനിക്ക് പേടിയാണ്. ഇതിപ്പോ തിളച്ച പായസം വേർത്ത് വീഴാറായി. ഇറ്റ്സ് ഓക്കെ. ആ ഒരു സ്പൂൺ വീഴുന്നതിന് മേലെ ആ പാത്രം മൊത്തം വീഴുവാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടോ ഗൈസ് ഇങ്ങനത്തെ ചില ബാല്യങ്ങൾ? കത്തിയൊക്കെയായിട്ടായിരുന്നു. അയ്യോ വെടിവെച്ചൊന്നും പറ്റില്ല. വെടിവെക്കണോ? ഇതൊന്നും കണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ളതാണ്. അങ്ങനെ നമ്മുടെ സൈഡിലിരുന്ന് പാല് തിളച്ചപ്പോൾ നമ്മൾ അനൂസിന്റെ പാലട പായസം മിക്സ് പതുക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൂടെ നമ്മൾ ഇളക്കിയും കൂടി കൊടുക്കണം. സകല കലാ വല്ലഭനാവണം കേട്ടോ ഈ നേരത്തെ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്തത്. അപ്പോൾ പായസം നമ്മൾ തിളക്കുമ്പോൾ നമ്മൾ ഇളക്കണം, എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ പായസത്തിന് നമ്മളേത് മാത്രം ആക്കണം, എടുക്കണം. എന്നാലാണ് പായസത്തിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ. സേമിയ പായസമൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണം. പക്ഷെ പാലട അങ്ങനെയല്ല. പാലട നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനങ്ങനെ നമ്മൾ ആക്കണം. അങ്ങനെ ആക്കണേ ഇങ്ങനെ ആക്കണം. ഓക്കെ, മറക്കണം. പായസം അങ്ങനെ നന്നായിട്ട് കുറുകി തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല, വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് കുറുകിയിട്ട് നമുക്ക് കുടിച്ചു നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തായാലും ഉണ്ടാക്കി വെക്കാൻ മറക്കണ്ട. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നീ ഒന്ന് കുടിച്ച് നോക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇതിനെ എപ്പോഴും നല്ല ഇങ്ങനെ കുറുകിയിരിക്കണം. എനിക്ക് ഇതിനധികം കുറച്ച് ലൂസായിട്ടുള്ള ഇഷ്ടമല്ല. പായസം എപ്പോഴും നല്ല ഇങ്ങനെ കുറുകിയിരുന്നല്ലേ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റ്. എൻ്റെ വീട്ടിലെ പായസത്തിന്റെ പ്രൊഫഷണലായിട്ട് ഏറ്റെടുത്തേക്കുന്ന ആളാണ്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.